ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി കടപ്പുറം മുനിക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വലിയ മത്സ്യബന്ധന യാനങ്ങൾ കരയ്ക്കടുപ്പിച്ചു. ബോട്ടിൽ നിന്ന് വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന സാമഗ്രികൾ പുറത്തെത്തിച്ചു. 50ഓളം ബോട്ടുകളാണ് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നത്. മീൻപിടുത്ത ബോട്ടുകാർക്ക് നിരോധനത്തിന് മുൻപ് തന്നെ വറുതിയുടെ നാളുകൾ തുടങ്ങിയിരുന്നു. നിരോധനത്തിന് മുൻപുള്ള ആഴ്ചകളിൽ ഉണ്ടാകാറുള്ള മത്സ്യലഭ്യത ഇത്തവണയുണ്ടാവാതിരുന്നത് മേഖലയ്ക്ക് തിരിച്ചടിയായി. കടൽക്ഷോഭവും ട്രോളിംഗിന് തൊട്ടു മുൻപത്തെ ദിവസങ്ങളിൽ തിരിച്ചടിയായതായി തൊഴിലാളികൾ പറഞ്ഞു. ഈ 9-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത ട്രോളിംഗ് നിരോധനം 55 ദിവസം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളൊക്കെ കടങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും മത്സ്യലഭ്യത കുറവ്, പിന്നെ അതുപോലെ തന്നെ ഡീസലിൻ്റെ വിലവർദ്ധനവൊക്കെയാണ്. അപ്പോൾ അത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ട്രോളിംഗ് നിരോധനം 52 ദിവസം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രത്യേക പാക്കേജുകൾ നൽകിക്കൊണ്ട് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ട്രോളിംഗ് നിരോധനം കൂടിയെത്തിയതോടെ തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മത്സ്യലഭ്യത കുറവിന്റെ പ്രതിസന്ധി ട്രോളിംഗ് നിരോധനത്തിനു മുൻപുള്ള 2-3 ആഴ്ചകളിലെ ഉയർന്ന മത്സ്യലഭ്യത കൊണ്ട് ഒരു പരിധിവരെ മറികടക്കുന്നതായിരുന്നു മീൻപിടുത്ത ബോട്ടുകാരുടെ പതിവ്. ഈ പതിവിനാണ് ഇക്കുറി മാറ്റമുണ്ടായത്. ഈ ദിനങ്ങളിലെ പ്രതിസന്ധി തീർക്കാൻ തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണമെന്നും നിരോധന സമയങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം അധികൃതർ ഇടപെട്ട് തടയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വറുതിയുടെ സമയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലുമില്ല. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരുന്ന തൊഴിൽ സമയത്തെല്ലാം വിദേശമായ മത്സ്യങ്ങളോ കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അന്തരീക്ഷത്തിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് എല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനമാണെങ്കിലും അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധനം നടന്നുകൊണ്ടിരിക്കും. അതിന് സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധ ചെലുത്തണമെന്ന് വിനീതമായിട്ട് പറയുകയാണ്. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികളെല്ലാം ദുരിതത്തിലാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. വേനൽക്കാലത്തെ ഇന്ധനച്ചെലവും മറ്റു ചെലവും കഴിച്ച് മിച്ചം വരുന്നത് കടം മാത്രമായപ്പോൾ പല ബോട്ടുകളും പണി നേരത്തെ തന്നെ നിർത്തിയിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്.